രാവിലെ നീച്ചിട്ട് ചോപ്സ്റ്റിക് ഫുഡൊന്ന് ട്രൈ ചെയ്തു. പക്ഷേ ഇതൊരു വല്ലാത്ത പാളിച്ചയായി പോയി. അതിനുശേഷം പിന്നീട് ഞങ്ങൾ പോയിരിക്കുന്നത് ഒരു സിറ്റി പാലസ് എന്ന് പറയുന്ന പാലസിലേക്കാണ്. രാജാവിൻ്റെ പാലസ്. ഇതിൻ്റെ പുറമെ മാത്രമേ നമുക്ക് ആക്ച്വലി പ്രവേശനമുള്ളൂ, ഉള്ളിലേക്ക് കിടക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഇതിലെ ഗാർഡ്സൊക്കെ കണ്ടോ? ഗാർഡ്സൊക്കെ നമുക്കൊരു ബ്രിട്ടീഷ് കൊളോണിയൽ ലുക്കിലായിരിക്കും ഇതിൻ്റെ ഗാർഡ്സിനൊക്കെ കാണാൻ കഴിയുന്നത്. നോക്കിയേ, നല്ല ചൂടായിരുന്നു കേട്ടോ അന്ന്. ഭയങ്കരമായിട്ടുള്ള ചൂട്, രക്ഷയില്ലാത്ത ചൂട്. ഇവരൊക്കെ എങ്ങനെയാണ് ആ ചൂടത്ത് നിൽക്കുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പലപ്പോഴും. പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ പോയിരിക്കുന്നത് ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്ന് പറയുന്നതാണ്. ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരിൽ നിന്നിട്ട് മലേഷ്യക്ക് മോചനം കിട്ടിയപ്പോൾ സ്മാരകം പോലെ പണിത ഒരു സ്ഥലമാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്ന് പറയുന്നത്. എനിക്ക് കുറച്ച് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യ തന്നെ കണ്ടിട്ടില്ല. ഇതാണ് ആ പ്രതിമ കണ്ടോ? ഇതാണ് ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള സ്ക്വയർ എന്ന് പറയുന്നത്.